നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാർച്ച് മാസത്തിലെ പോർച്ചുഗലിൻ്റെ മത്സരങ്ങൾക്കായുള്ള സ്ക്വാഡ് പ്രഖ്യാപനത്തിൻ്റെ തീയതി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാധകർക്കുള്ളൊരു ആശങ്ക, ഇപ്പോൾ പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്തുള്ള സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആ കോളപ്പിൻ്റെ സമയമാകുമ്പോഴേക്കും റിക്കവേർഡ് ആകുമോ, അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് നമുക്ക് ആരോടൊക്കെയാണ് ഈ മാസം പോർച്ചുഗൽ കളിക്കുന്നതെന്ന് നോക്കാം. 2 മത്സരങ്ങൾ. മാർച്ച് 28-നാണ് ആദ്യ കളി, മെക്സിക്കോക്കെതിരെയാണ് കളി. പക്ഷെ അത് ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 29-ന് രാവിലെ 6:30-നാണ് ഈ കളി നടക്കുന്നത്. അതിനുശേഷം മാർച്ച് 31-നാണ് അടുത്ത മത്സരം. ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ 1-ന് USA-ക്കെതിരെ പുലർച്ചെ 4:30-ന് കളിക്കുന്നത്. അപ്പോൾ ഈ 2 കളികളാണ്. ഈ മത്സരങ്ങൾക്കായിട്ടുള്ള സ്ക്വാഡിനെയാണ് ഇപ്പോൾ കോച്ച് റോബർട്ടോ മാർട്ടിനസ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡേറ്റ് അറിയിച്ചിരിക്കുന്നത് മാർച്ച് 20-നാണ്. മാർച്ച് 20-ന് പോർച്ചുഗീസ് സമയം 12:30 PM-നാണ് ഈ ഒരു സ്ക്വാഡ് പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 20-ന് വൈകിട്ട് 6 മണിക്കായിരിക്കും പോർച്ചുഗലിൻ്റെ ഈ 2 മത്സരങ്ങൾക്കായിട്ടുള്ള സ്ക്വാഡ് പ്രഖ്യാപനം വരിക. നിലവിൽ പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത്. അദ്ദേഹത്തിന് ഈ 2 മത്സരങ്ങൾ കളിക്കാൻ കഴിയുമോ എന്നുള്ളത്. അൽ നസറിൻ്റെ കോച്ച് എന്തു പറയുന്നു എന്നുള്ളത് കൂടി നോക്കണം. അൽ നസറിൻ്റെ കോച്ച് വളരെ കൃത്യമായി പറഞ്ഞിരുന്നത്, കഴിഞ്ഞ മത്സരത്തിന് മുമ്പ്, അതായത് നിയോമിനെതിരെയുള്ള കളിക്ക് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അൽ ഖലീജിനെതിരെയുള്ള കളിയിലും എന്തായാലും ക്രിസ്ത്യാനോ ഉണ്ടാവില്ല എന്നാണ്. അൽ ഖലീജിനെതിരെയുള്ള കളി മാർച്ച് 15-നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർനാഷണൽ ബ്രേക്കിനായിട്ടുള്ള അവരുടെ ബ്രേക്ക് വന്നിട്ട് പിന്നെ ഏപ്രിൽ 3-ന് മാത്രമാണ് അവർക്ക് മത്സരമുള്ളത്. സോ അൽ ഖലീജിനെതിരെയുള്ള കളിക്ക് ക്രിസ്ത്യാനോ ഉണ്ടാവില്ല. പിന്നെ ഇൻ്റർനാഷണൽ ബ്രേക്കാണല്ലോ, അതിനുശേഷമാകുമ്പോഴേക്കും അദ്ദേഹം ഫിറ്റായി വരും എന്നാണ് കോച്ച് പറഞ്ഞത്. അത് കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനോക്ക് ഇൻ്റർനാഷണൽ ബ്രേക്കിലെ മത്സരങ്ങൾ കളിക്കാൻ കഴിയുമോ എന്നുള്ളതിൽ ആശങ്കയുണ്ട്, സംശയമുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. CR7 പരിക്കുമായി ബന്ധപ്പെട്ട് എന്താണ് കോച്ച് റോബർട്ടോ മാർട്ടിനസ് പരിഗണിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നിലവിലെ അവസ്ഥയിൽ സംശയകരമാണ് അദ്ദേഹം ഈ മത്സരങ്ങൾ കളിക്കുമോ എന്നുള്ളതിൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.